ഹലോ ഗൈസ്, ഇതെന്താ കേക്കെല്ലാം നിലത്തെടുത്ത് വെച്ചേക്കുന്നത് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവല്ലേ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഉമ്മയുടെ ബർത്ത്ഡേ ആണ്. പുറത്ത് പോയി ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഡോറ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷെ ഡോറ് തുറന്നില്ല, കാരണം ഉമ്മ നിസ്കരിക്കുമായിരുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ഡോറ് തുറന്നു. അപ്പം ഉമ്മ നിസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വരുവാണ് കേട്ടോ. ആക്ച്വലി ഉമ്മ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ട് വരുമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന മൊമെന്റ്. ശരിക്കും ഒരു സെക്കൻഡ് നിങ്ങൾ ഇമോഷണൽ ആകാറില്ലേ? കാരണം നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മുടെ ജന്മദിനം ഓർത്ത് വെച്ച് ഒരു കേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ജീവിതത്തിൽ ഒരു തവണ പോലും ഒരു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ സാധിക്കാത്തവരും നമുക്ക് ചുറ്റുമുണ്ട്. ഞാനീ പറഞ്ഞത് അവർക്കേ മനസ്സിലാവുള്ളൂ കേട്ടോ. എന്തായാലും ഇവിടെ ഉമ്മക്ക് 55 വയസ്സ് തികഞ്ഞേക്കുവാണ്. കേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഉമ്മ ഹാപ്പിയായി, കാരണം ഉമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ബർത്ത്ഡേ ഡേറ്റ് അറിയാവുന്നുള്ള കാര്യം. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റ് പുറത്തുനിന്ന് ഫുഡാക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇറങ്ങിയതാണ് പുറത്തേക്ക്. ഉപ്പയില്ലായിരുന്നു, ഉപ്പാക്ക് സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് ഉപ്പ വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 3 പേര് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ്. ഇത് നമ്മുടെ സെയിം പ്ലേസ് തന്നെയാണ് കേട്ടോ, കേക്ക് ഹബ്ബ്. ഇവിടെ വിട്ടൊരു കളിയില്ല, നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ് വരുന്നത്. കാരണം നമ്മൾ 3 പേരും ഹാപ്പി ആയിട്ട് ഷവായൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇവിടെ വാങ്ങിച്ചു, 2 ഷേക്ക് വാങ്ങിച്ചു. അങ്ങനെ എല്ലാം ശുഭമായിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ആളുടെ ബർത്ത്ഡേക്ക് നമുക്ക് കാണാം കേട്ടോ. ഇതുപോലെ തന്നെ ട്രീറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അടുത്ത ആരുടെ ബർത്ത്ഡേ ആകാനായിരിക്കും ചാൻസ് എന്ന് നോക്കട്ടെ. ചിലപ്പോൾ ഉപ്പാടെ ബർത്ത്ഡേ ആയിരിക്കും കേട്ടോ.